കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുന്ന ഒരു രീതി പോലീസുകാർക്കുണ്ടെന്ന് പൊതുവിൽ നേരത്തെ തന്നെ ഉയരുന്ന ഒരു ആക്ഷേപമാണ്. അതുപോലെ തന്നെ വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യവും പല കേസുകളിലും നാം കണ്ടിട്ടുണ്ട്. സമാനമായൊരു സാഹചര്യമായിരിക്കും മേയർ KSRTC ഡ്രൈവർ യദു വിവാദത്തിലും തർക്കത്തിലും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ പോലീസിൻ്റെ സംശയം മുഴുവൻ ആരോപണ വിധേയനായ, ആരോപണം ഉന്നയിക്കുന്ന ആദ്യഘട്ടത്തിൽ പ്രതിയായ യദു തന്നെയാണ്. ഇപ്പോൾ മെമ്മറി കാർഡാണ് ഏറ്റവും ഒടുവിൽ കാണാതായിരിക്കുന്ന വിഷയം. ഈ മെമ്മറി കാർഡ് കാണാതായതിലും യദുവിൻ്റെ കരങ്ങളുണ്ടോ എന്നുള്ള സംശയം തന്നെയാണ് പോലീസിനുള്ളത്. കഴിഞ്ഞ ദിവസം കോടതി വരാന്തയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് യദു സംസാരിച്ച ഒരു വീഡിയോ ശകലം വൈറലായി തന്നെ പ്രചരിച്ചിരുന്നു. അതിൽ ആകെ അസ്വസ്ഥനാണ് യദു ഈ സംഭവത്തിന് ശേഷം ബസ്സിനടുത്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു അതിൽ ഏറെ വിവാദമായത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ വളരെയധികം അസഹിഷ്ണുത തന്നെയാണ് യദു പ്രകടിപ്പിച്ചത്. ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം ആ ബസ്സിൻ്റെ പരിസരത്ത് യദു എത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ, ഒരു ചാനൽ ചർച്ചയിൽ ഒക്കെ തന്നെ യദു എടുത്തു പറയുന്ന ഒരു കാര്യം, താൻ വാതിലിനടുത്ത് നിന്ന് നോക്കിയിരുന്നു, പരിശോധിച്ചിരുന്നു, CCTV ഉള്ളതായി, ക്യാമറയുള്ളതായി താൻ ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ മെമ്മറി കാർഡിനെ പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ ഏവരും ആരായുന്നത്. അങ്ങനെ യദുവിനെ വെറുതെ വിടാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. മേയറുമായി തർക്കമുണ്ടായ ദിവസം ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ യദു 1 മണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചു എന്നൊരു ആരോപണം പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. രാവിലെ മുതൽ തന്നെ അത് വാർത്തയായി മാറിയിരുന്നു. അതിനെക്കുറിച്ച് KSRTCക്ക് കൃത്യമായ റിപ്പോർട്ട് നൽകും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വാഹനം ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുന്നതോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതോ. അങ്ങനെ ഒരു കൃത്യം 1 മണിക്കൂറോളം നേരം യദു ഫോണിൽ സംസാരിച്ചു എങ്കിൽ അത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. അതിനെതിരെ നടപടി ഉറപ്പായും സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന ഒരു ശീലം യദുവിനുണ്ടെങ്കിൽ അതും യദുവിന് വലിയ പൊല്ലാപ്പായി മാറുമെന്നാണ് പറയേണ്ടത്. തൃശ്ശൂരിൽ നിന്നും യാത്ര തുടങ്ങി മേയറുമായി പ്രശ്നമുണ്ടായ പാളയം എത്തുന്നത് വരെ പല തവണയായി യദു 1 മണിക്കൂറിലധികം ഫോണിൽ സംസാരിച്ചു എന്നതാണ് പോലീസിൻ്റെ നിഗമനം. ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിനിടയിൽ ബസ് നിർത്തിയിട്ട് വിശ്രമിച്ചത് വെറും 10 മിനിറ്റിൽ താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ് ഓടിച്ചുകൊണ്ട് യദു ഫോണിൽ സംസാരിച്ചു എന്ന ഒരു അനുമാനത്തിലേക്കാണ് പോലീസും എത്തിച്ചേരുന്നത്. അല്ലാതെ 1 മണിക്കൂറോളം നേരം സംസാരിക്കാനായി യദുവിന് സമയം വേറെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് ഗുരുതര കുറ്റം തന്നെയാണ്. അതിനെ ഒരു കാരണവശാലും ഗതാഗത വകുപ്പ് മന്ത്രിയും ന്യായീകരിക്കില്ല. തുടക്കത്തിൽ അനുഭാവപൂർവമായ ഒരു നിലപാടുണ്ടായെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും പിന്നോട്ടടിക്കുകയാണ്. അതിനിടയിൽ ബസ്സിലെ CCTV ക്യാമറയിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസിൻ്റെ അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്ന് നിൽക്കുന്നതും മറ്റാരിലേക്കുമല്ല, അത് യദുവിലേക്ക് തന്നെയാണ്. തർക്കം നടന്നതിൻ്റെ പിറ്റേ ദിവസം പകൽ സമയത്ത് തമ്പാനൂർ ഡിപ്പോയിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിനടുത്ത് യദു എത്തിയെന്ന് പോലീസ് പറയുന്നു. അത് യദു തന്നെ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. ATOയെ കാണാൻ പോകുന്ന സമയത്തായിരുന്നു താൻ അവിടെ എത്തിയതെന്നും വാഹനം അവിടെ നിൽക്കുന്നതായി താൻ മനസ്സിലാക്കി, അങ്ങനെ നോക്കി എന്നൊക്കെ തന്നെ യദു വ്യക്തമാക്കിയിരുന്നു.